കേരളത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്യന്തം ഗൗരവകരവും ആശങ്കയുണ്ടാക്കുന്നതുമാണ്. സംസ്ഥാനത്തെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിവിവരങ്ങൾ ചോർത്തപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്പ്രിംഗ്ലർ വിവാദത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ഡാറ്റ കൊള്ളയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ ഒത്താശയോടെയാണ് ഈ വൻ വിവര ചോർച്ച നടന്നതെന്ന ആരോപണം ശക്തമായതോടെ സംസ്ഥാന രാഷ്ട്രീയം വൻ വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ പക്കലുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ വിവരങ്ങൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു കരാർ ജീവനക്കാരന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് കൈമാറി എന്നതാണ് ഈ വിവാദത്തിന്റെ കാതൽ. IT മിഷനിലെ കരാർ ജീവനക്കാരനായ നിതിൻ വി ചന്ദ്രന്റെ ഇമെയിൽ വിലാസത്തിലേക്കാണ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഡാറ്റകൾ അപ്പാടെ ഒഴുകിയെത്തിയത്. IT സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുമായ ശ്രീറാം സാംബശിവറാവുവിന്റെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പകൽക്കൊള്ള നടന്നതെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. IT മിഷനിലെ ജീവനക്കാരാണെങ്കിലും നിതിൻ നിലവിൽ ജോലി ചെയ്യുന്നത് OSDയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരു കരാർ ജീവനക്കാരന്റെ ലാപ്ടോപ്പിലേക്കും മെയിലിലേക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ കൈമാറാൻ ഉന്നത തലത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നാണ് ആരോപണം. ചോർത്തപ്പെട്ട വിവരങ്ങളുടെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ഭയപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ 62 ലക്ഷം പേരുടെ വിവരങ്ങൾ, ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ, ഫോൺ നമ്പർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ അതായത് 5.42 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻകാരായിട്ടുള്ള 10 ലക്ഷത്തോളം സ്ത്രീകളുടെ വിവരങ്ങൾ പോയിട്ടുണ്ട്. അതോടൊപ്പം ഉദ്യം പോർട്ടൽ ഉപഭോക്താക്കൾ, സംരംഭകർക്കായി തയ്യാറാക്കിയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരുടെ വിവരങ്ങളും പോയിട്ടുണ്ട്. കോൾ സെന്റർ സേവനങ്ങൾ, സർക്കാർ വിളിച്ചവരും തിരിച്ചു വിളിച്ചവരുമായുള്ള സാധാരണക്കാരുടെ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. ഏതാണ്ട് 1 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഈ വിവരശേഖരണം എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തിയുടെ മേലിലേക്ക് മാറ്റിയത് എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. ഈ വൻ കുംഭകോണം പുറത്തു വരാൻ കാരണം ചില ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയാണ്. 936 സേവനങ്ങൾ ഓൺലൈനായി നൽകുന്ന K-സ്മാർട്ട് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വിവരങ്ങളും ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ വൻ ദുരുപയോഗം മണത്ത IT വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥർ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായില്ല. ഈ ഡാറ്റ എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് രേഖാമൂലം വ്യക്തമാക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും കീഴ് ജീവനക്കാർ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നതോടെയാണ് ഈ ക്രമക്കേട് പുറം ലോകം അറിയുന്നത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എന്ന പേരിൽ വന്ന മെസ്സേജുകൾക്ക് പിന്നിലെ കള്ളക്കളി ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ടതാണെന്ന സംശയം ശക്തമാണ്. സർക്കാർ സംവിധാനങ്ങളായ PRD, IT മിഷൻ എന്നിവ വഴി ചെയ്യേണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾ എന്തിനാണ് ഒരു പ്രത്യേക കരാർ ജീവനക്കാരനെ ഏൽപ്പിച്ചത്? ഈ വിവരങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലോ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു കരാർ ജീവനക്കാരന്റെ പക്കൽ എത്തുന്ന വിവരങ്ങൾ ഏത് നിമിഷവും സ്വകാര്യ സെർവറുകളിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഒരു വശത്ത് ഡാറ്റ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് ജനങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിലെ നിലവിലുള്ള ഡാറ്റാ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു സർക്കാർ തന്നെ അവരുടെ വിവരങ്ങൾ ചോർത്താൻ ഒത്താശ ചെയ്യുമെന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. യാതൊരു എക്സ്പേർട്ട് പരിശോധനയും കൂടാതെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താതെ ഒരു വ്യക്തിഗത ലാപ്ടോപ്പിലേക്ക് ഈ വിവരങ്ങൾ മാറുമ്പോൾ അത് സൈബർ ക്രിമിനലുകളുടെ കയ്യിൽ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഡാറ്റ കൊള്ള പുറത്തു വരുമ്പോൾ ജനശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മലയാളികളുടെ സ്വകാര്യതയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഈ നടപടിയിൽ അടിയന്തരമായ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമോ അനിവാര്യമാണ് ാണെന്നാണ് ഉയരുന്ന പൊതുവികാരം. വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് ഡാറ്റ എന്നത് വലിയൊരു സമ്പത്താണ്. അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. എന്നാൽ ഇവിടെ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. 1 കോടി മലയാളികളുടെ ജീവിതരേഖകൾ ഒരു കരാർ ജീവനക്കാരന്റെ ഇമെയിൽ ബോക്സിൽ വിശ്രമിക്കുമ്പോൾ ആ വിവരങ്ങൾ നാളെ എവിടെയെല്ലാം ലേലത്തിന് വെക്കപ്പെടുന്നോ, എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നോ ആർക്കും അറിയില്ല. ഈ വിഷയത്തിൽ സർക്കാർ മൗനം വെടിയുകയും സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാവുകയും വേണം. അല്ലാത്തപക്ഷം കേരളം കണ്ട ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധമായ നടപടിയായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.